ഓഗസ്റ്റ് 7 വിശുദ്ധ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ. വിശുദ്ധ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ ഗ്രീസിൽ ജനിച്ചു. ഗ്രീക്ക് തത്വചിന്തയിൽ നല്ല പ്രാവീണ്യം നേടിയിരുന്നു. ലാപ്സി വിവാദവുമായി ബന്ധപ്പെട്ട് സഭ സ്വീകരിച്ച കാരുണ്യപരമായ സമീപനത്തോട് അദ്ദേഹം പൂർണ്ണമായും ഐക്യപ്പെട്ടു. പല ക്രിസ്ത്യാനികളും തങ്ങളുടെ ജീവന് നേരെയുള്ള ഭീഷണിയെ തുടർന്ന് നേരിടുന്ന ഭയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അവൻ ധൈര്യശാലിയായിരുന്നു. പാഷണ്ഡരായ ബിഷപ്പുമാരാലും പുരോഹിതന്മാരാലും സ്നാനമേറ്റവർ യാഥാസ്ഥിതിക വിശ്വാസം സ്വീകരിക്കുമ്പോൾ പുനർസ്നാനത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് സിക്സ്റ്റസ് മാർപ്പാപ്പ സേവനമനുഷ്ഠിച്ച കാലത്ത് അഭിമുഖീകരിച്ച അനുബന്ധ പ്രശ്നം. പാഷണ്ഡരായ ബിഷപ്പുമാരുടെയും വൈദികരുടെയും മാമോദീസ സാധുവാണോ എന്നതായിരുന്നു പുതിയ ചോദ്യം. ബിഷപ്പിൻ്റെയോ വൈദികൻ്റെയോ പാഷണ്ഡതയുണ്ടായിരുന്നിട്ടും സഭയുടെ ഉദ്ദേശശുദ്ധി ഉള്ളിടത്തോളം കാലം വെള്ളം ഉപയോഗിക്കുകയും ഞങ്ങൾക്ക് നൽകിയ വാക്കുകൾ സംസാരിക്കുകയും ചെയ്തുവെന്ന ആത്യന്തികമായി സഭ അംഗീകരിച്ച പക്ഷത്താണ് സിക്സ്റ്റസ് മാർപ്പാപ്പ നിലകൊണ്ടത്. സ്നാനത്തിനായി ക്രിസ്തു, ആ സ്നാനം സാധുവാണ്, പുനർസ്നാനത്തിൻ്റെ ആവശ്യമില്ല. ഈ വിഷയത്തിൽ സഭയിലെ ബിഷപ്പുമാരെ, പ്രത്യേകിച്ച് വടക്കേ ആഫ്രിക്കൻ ബിഷപ്പുമാരെ ഒന്നിപ്പിക്കാൻ സിക്സ്റ്റസ് മാർപ്പാപ്പ കഠിനമായി പരിശ്രമിക്കുകയും ആ ഉദ്യമത്തിൽ വിജയിക്കുകയും ചെയ്തു. സിക്സ്റ്റസ് മാർപ്പാപ്പയുടെ മാർപ്പാപ്പ പദവിക്ക് ആയുസ് കുറവായിരുന്നു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 1 വർഷത്തിനു ശേഷം ചക്രവർത്തിയായ വലേറിയൻ രണ്ടാമൻ്റെ ശാസനപ്രകാരം രക്തസാക്ഷിത്വം അനുഭവിച്ച ക്രിസ്ത്യാനികളിൽ ആദ്യത്തേത് അദ്ദേഹമായിരുന്നു. സഭയെ ഒന്നിപ്പിക്കാനും പാപികളോട് കരുണ കാണിക്കാനും നമുക്ക് കൈമാറിയ പ്രബോധനങ്ങൾ മുറുകെ പിടിക്കാനും പോരാടിയ സഭയുടെ ആദ്യകാല രക്തസാക്ഷികളിൽപ്പെട്ട വിശുദ്ധനാണ് സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പ.